എല്ലാവർക്കും എൻട്രിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ വന്നിരിക്കുന്നത് ഡിഗ്രി ലെവൽ എക്സാമിൽ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഓൾറെഡി ഞാൻ തുടക്കത്തിൽ തന്നെ പറയട്ടെ, നിങ്ങൾ ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ടായിരിക്കാം. നമ്മുടെ ആപ്പിൽ റെക്കോർഡ് ക്ലാസ് കണ്ടിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗോൾഡ് ലൈവിലൊക്കെ നല്ല റെസ്പോണ്ട് കിട്ടുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നുണ്ട്. സോ ആ ഒരു വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ആൻസർ കൃത്യമായി പറയും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, റെഡി അല്ലേ? സോ ഇന്ന് ഞാൻ കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൻ്റെ പാർട്ട് 2, പാർട്ട് 3 എന്നും പറഞ്ഞ് ഞാൻ കുറച്ച് സീരീസ് കൊണ്ടുവരാൻ ക്വസ്റ്റ്യൻസ്. നമുക്ക് സമയം കളയാനില്ല. എന്തൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയാലോ? ഓക്കെ, ഒന്നാമത്തെ ചോദ്യം നോക്കണേ. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഇസ് എ ലിമിറ്റേഷൻ ഓഫ് ബോർ അറ്റോമിക് മോഡൽ? ഇത് സെക്രട്ടേറിയറ്റ് എക്സാമിന് ചോദിച്ച, മുമ്പ് ഒരു ഡിഗ്രി ലെവൽ എക്സാം ആണ് സെക്രട്ടേറിയറ്റ് എക്സാം. അപ്പോൾ അതിന് ചോദിച്ച ഒരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. സോ അതൊരു ഡിഗ്രി ലെവൽ ആയതുകൊണ്ടാണ് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് എ ലിമിറ്റേഷൻ ഓഫ് ബോർസ് അറ്റോമിക് മോഡൽ? താഴെ തന്നിരിക്കുന്നതിൽ ബോർ അറ്റോമിക് മോഡലിലെ ലിമിറ്റേഷൻ അല്ലാത്തത് ഏതാണ്? അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബോറിൻ്റെ ആറ്റം മോഡലിലെ ലിമിറ്റേഷൻസ് ഒന്ന് പറയാം. ഒന്ന്, ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ദി സ്റ്റെബിലിറ്റി ഓഫ് ആൻ ആറ്റം. മറക്കല്ലേ, സോറി അത് റുദർഫോർഡിൻ്റെ ആണല്ലോ. ഒന്നാമത്തെ ലിമിറ്റേഷൻ, ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ദി സ്പെക്ട്രം ഓഫ് ആറ്റംസ് അതർ ദാൻ ഹൈഡ്രജൻ. അതായത് ഹൈഡ്രജൻ ഒഴികെയുള്ള ആറ്റങ്ങളുടെ സ്പെക്ട്രം വിശദീകരിക്കാൻ ബോർ ആറ്റം മോഡലിന് സാധിച്ചില്ല. ഹൈഡ്രജൻ ആറ്റം ഒഴികെയുള്ള ആറ്റങ്ങളുടെ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോർ ആറ്റം മോഡലിന് സാധിച്ചില്ല. ബോർ ആറ്റം മോഡലിനാകെ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സ്പെക്ട്രം മാത്രം, മോഡൽ മാത്രം വിശദീകരിക്കാനേ സാധിച്ചുള്ളൂ. ഹൈഡ്രജനേക്കാൾ കൂടുതൽ ഇലക്ട്രോണുള്ള, മൾട്ടി ഇലക്ട്രോണുകളുള്ള ആറ്റത്തിൻ്റെ സ്പെക്ട്രം വിശദീകരിക്കാൻ ബോർ ആറ്റം മോഡലിന് സാധിച്ചില്ല. നമ്മൾ പഠിച്ചതാ. 2, ഹെയ്സൻബർഗിൻ്റെ അൺസർട്ടൈനിറ്റി പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. ഹെയ്സൻബർഗിൻ്റെ അൺസർട്ടൈനിറ്റി പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. എന്താ ഹെയ്സൻബർഗിൻ്റെ അൺസർട്ടൈനിറ്റി പ്രിൻസിപ്പിൾ? നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ച, ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു ഡിറ്റർമൈൻ സൈമിൾട്ടേനിയസ്ലി the exact position and exact momentum of a moving microscopic particle like electron. ആറ്റത്തിൻ്റെ ക്ലാസ്സിൽ എടുത്തു തന്നെയല്ലേ? യെസ്. അപ്പോൾ ഒരു മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിൻ്റെ എക്സാക്റ്റ് പൊസിഷനും എക്സാക്റ്റ് മൊമെൻറ്റവും നമുക്ക് സൈമിൾട്ടേനിയസ്ലി പറയാൻ പറ്റുകയില്ല എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഹെയ്സൻബർഗിൻ്റെ അൺസർട്ടൈനിറ്റി പ്രിൻസിപ്പിൾ. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോർ ആറ്റം മോഡലിന് സാധിച്ചില്ല. മൂന്നാമത്തതാണ്, ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ഡി ബ്രോഗ്ലി കോൺസെപ്റ്റ് ഓഫ് ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ. പദാർത്ഥത്തിൻ്റെ, മാറ്ററിൻ്റെ ഡുവൽ നേച്ചറിനെ കുറിച്ചുള്ള കോൺസെപ്റ്റ്, ഡി ബ്രോഗ്ലിയുടെ കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോർ ആറ്റം മോഡലിന് സാധിച്ചില്ല. അതും നമ്മൾ പഠിപ്പിച്ച ക്ലാസ്സിൽ. ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ഡി ബ്രോഗ്ലി കോൺസെപ്റ്റ് ഓഫ് ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ. ഓക്കെ, പദാർത്ഥത്തിൻ്റെ, മാറ്ററിൻ്റെ ഡുവൽ നേച്ചർ കണ്ടെത്തിയത് ആരാണ്? ലൂയിസ് ഡി ബ്രോഗയാണ്. മറന്നുപോകത്തില്ലല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള, കോൺസെപ്റ്റിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ നൽകാൻ ബോർ ആറ്റം മോഡലിന് സാധിച്ചില്ല. അടുത്ത നാലാമത്, ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ സീമാൻ എഫക്റ്റ്. ZEEMAN നമ്മൾ പഠിച്ചല്ലേ? സീമാൻ എഫക്റ്റ് ആൻഡ് സ്റ്റാർക്ക്, STARK, സ്റ്റാർക്ക് എഫക്റ്റ്. ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ സീമാൻ എഫക്റ്റ് ആൻഡ് സ്റ്റാർക്ക് എഫക്റ്റ്. സീമാൻ എഫക്റ്റും സ്റ്റാർക്ക് എഫക്റ്റും വിശദീകരിക്കാൻ സാധിച്ചില്ല. സീമാൻ എഫക്റ്റും സ്റ്റാർക്ക് എഫക്റ്റും വിശദീകരിക്കാൻ സാധിച്ചില്ല. അടുത്ത നാലാമത്തെ പോയിന്റ്, ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ദി എബിലിറ്റി ഓഫ് ആൻ ആറ്റം, അല്ലെങ്കിൽ ആ എബിലിറ്റി ഓഫ് ആറ്റംസ് ടു ഫോം മോളിക്യൂൾ ബൈ കെമിക്കൽ ബോണ്ട്. കെമിക്കൽ ബോണ്ടിങ്ങിലൂടെ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്ത് മോളിക്യൂളുകൾ ഉണ്ടാക്കാനുള്ള ആറ്റങ്ങളുടെ കഴിവിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോർ ആറ്റം മോഡലിന് സാധിച്ചില്ല. അപ്പോൾ ദീസ് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് ബോർ ആറ്റം മോഡൽ. വിട്ടുകളയരുത്. റെക്കോർഡ് ക്ലാസ് കണ്ടവരാണ് നിങ്ങൾക്കത് റിവിഷൻ ആണ്. ഓക്കെ, ഒന്നാമത്തത് എന്താണ് പ്രിയപ്പെട്ടവരെ? ഒന്നാമത്തെ എന്തായിരുന്നു, ഓർമ്മയുണ്ടോ? യെസ്, ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ദി സ്പെക്ട്രം ഓഫ് അതർ ആറ്റംസ് അതർ ദാൻ ഹൈഡ്രജൻ, ഓർ ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ദ സ്പെക്ട്രം ഓഫ് മൾട്ടി ഇലക്ട്രോൺസ് ആറ്റംസ്. 2, ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ഹെയ്സൻബർഗ് അൺസർട്ടൈനിറ്റി പ്രിൻസിപ്പിൾ. 3, ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ഡി ബ്രോഗ്ലി കോൺസെപ്റ്റ് ഓഫ് ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ. 4, ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ സീമാൻ എഫക്റ്റ് ആൻഡ് സ്റ്റാർക്ക് എഫക്റ്റ്. ഓക്കെ, അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ
വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് എ ലിമിറ്റേഷൻ ഓഫ് ബോർ അറ്റോമിക് മോഡൽ? താഴെ തന്നിരിക്കുന്നതിൽ ബോർ അറ്റോമിക് മോഡലിലെ ലിമിറ്റേഷൻ ആയിട്ട് വരുന്നത് നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. അത് ഓപ്ഷൻ സി ആണ്. ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ദി സ്പെക്ട്രം ഓഫ് മൾട്ടി ഇലക്ട്രോൺ ആറ്റംസ്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഈസിയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫോർ ദി റിയാക്ഷൻ 2SO2 പ്ലസ് O2 gives 2SO3 ഇൻക്രീസിങ് പ്രഷർ വിൽ, അതായത് മുകളിൽ തന്നിരിക്കുന്ന റിയാക്ഷനിൽ അതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. എന്താണ് റിവേഴ്സിബിൾ റിയാക്ഷൻ, എന്താണ് ഫോർവേഡ് റിയാക്ഷൻ, എന്താണ് ബാക്ക്വേഡ് റിയാക്ഷൻ, നമ്മൾ കൃത്യമായിട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. ഓക്കെ, നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്ക് സംശയമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് കിട്ടിയാൽ കൊള്ളാം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഫോർ ദി റിയാക്ഷൻ 2SO2 പ്ലസ് O2 gives 2SO3 increasing pressure will reaction shift to left, shift right, no effect, stop the reaction. സോ ഇത് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം? അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം പ്രിയപ്പെട്ടവരെ. ഇങ്ങനെയുള്ള കേസിൽ ഞാൻ ആദ്യം ഒരു റിയാക്ഷൻ കൊണ്ട് എഴുതുവാണ് 2SO2, അല്ലെങ്കിൽ വേറെ റിയാക്ഷൻ വെച്ച് പഠിപ്പിക്കുക. ആദ്യമേ ശ്രദ്ധിക്കണേ, N2 പ്ലസ് 3H2 gives 2NH3 അല്ലേ? N2 പ്ലസ് 3H2 gives 2NH3. പ്രിയപ്പെട്ടവരെ, ഈ സൈഡിലുള്ളവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിയാക്റ്റന്റ്. ഈ സൈഡിലുള്ളവരെ നമ്മൾ വിളിക്കുന്ന പേര് റിയാക്റ്റന്റ് അല്ലേ? ഈ സൈഡിലുള്ളവരെ നമ്മൾ വിളിക്കുന്ന പേര് പ്രോഡക്റ്റ്. സോ റിയാക്റ്റന്റും ഉണ്ട്, പിന്നെ ഏതുമുണ്ട്? പ്രോഡക്റ്റും ഉണ്ട്. റിയാക്റ്റന്റും ഉണ്ട്, പ്രോഡക്റ്റും ഉണ്ട്. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണേ. റിയാക്റ്റന്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്ന റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോർവേഡ് റിയാക്ഷൻ. കേട്ടോ, റിയാക്റ്റന്റുകൾ പ്രോഡക്റ്റ് ആയിട്ട് മാറുന്ന റിയാക്ഷനെ എന്ത് വിളിക്കാം? ഫോർവേഡ് റിയാക്ഷൻ. തിരിച്ച് പ്രോഡക്റ്റുകൾ റിയാക്റ്റന്റ് ആയിട്ട് മാറുന്ന റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാക്ക്വേഡ് റിയാക്ഷൻ. മറക്കല്ല, റിയാക്റ്റന്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറിയാൽ അത് ഫോർവേഡ് റിയാക്ഷൻ, തിരിച്ച് പ്രോഡക്റ്റ് റിയാക്റ്റന്റ് ആയിട്ട് മാറിയാൽ അത് ബാക്ക്വേഡ് റിയാക്ഷൻ. ക്രിസ്റ്റൽ ക്ലിയർ ആണേ? ക്രിസ്റ്റൽ ക്ലിയർ ആണേ പ്രിയപ്പെട്ടവരെ? എങ്കിൽ ഇവിടെ നോക്കണേ, നിങ്ങൾക്ക് പ്രഷർ വെച്ചൊരു ചോദ്യം ചോദിച്ചാൽ പ്രഷർ കൂട്ടിയാലോ കുറച്ചാൽ ഏത് റിയാക്ഷനാണ് വേഗത്തിൽ നടക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ ഫോർവേഡ് റിയാക്ഷൻ്റെ വേഗത്തിൽ നടക്കും. ഫോർവേഡ് റിയാക്ഷൻ വേഗത്തിൽ നടക്കും. മനസ്സിലായോ? അറിഞ്ഞിരിക്കുക, റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ ഫോർവേഡ് റിയാക്ഷൻ വേഗത്തിൽ നടക്കും. ഓക്കെ, റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞാൽ പകരം പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ ഏത് റിയാക്ഷൻ വേഗത്തിൽ നടക്കും? ബാക്ക്വേഡ് റിയാക്ഷൻ വേഗത്തിൽ നടക്കും. ഇത് അറിഞ്ഞിരിക്കണം. ഇത് ഞാൻ എളുപ്പത്തിൽ പഠിപ്പിക്കുക, കാരണം നിങ്ങൾ റെക്കോർഡ് ക്ലാസ് കാണാത്തവരും ഈ ഒരു സെക്ഷൻ കാണുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. റെക്കോർഡ് ക്ലാസ് കാണാത്തവരും ഈ വീഡിയോ കാണാൻ വരുന്നവരാണ്. അപ്പോൾ ആ റെക്കോർഡ് ക്ലാസ് കാണാതെ ഈ വീഡിയോ കാണുന്നവർക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയോടെ പറഞ്ഞു തരുന്നത്. റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ ഫോർവേഡ് റിയാക്ഷൻ വേഗത്തിൽ നടക്കും. ഇനി പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ ബാക്ക്വേഡ് റിയാക്ഷൻ വേഗത്തിൽ നടക്കും. അപ്പോൾ ഇതാണ് ഫോർവേഡ് റിയാക്ഷൻ. ക്ലിയർ? ഇനി റൈറ്റിലോട്ട് പോകുന്നതാണ് ബാക്ക്വേഡ് ലെഫ്റ്റിലോട്ട് പോകുന്നതാണ് ബാക്ക്വേഡ് റിയാക്ഷൻ. മറന്നുപോലെ, റൈറ്റിലോട്ട് പോകുന്നത് ഫോർവേഡ് റിയാക്ഷൻ, ലെഫ്റ്റിലോട്ട് പോകുന്നത് ബാക്ക്വേഡ് റിയാക്ഷൻ. സോ ഈ പോയിന്റ് നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ. റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ ഫോർവേഡ് റിയാക്ഷൻ വേഗത്തിൽ നടക്കും. പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ ബാക്ക്വേഡ് റിയാക്ഷൻ വേഗത്തിൽ നടക്കും. കണ്ടന്റ് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ ആ വിശ്വാസത്തിന്റെ പുറത്ത് അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നു. പ്രഷർ കൂട്ടിയാൽ, പ്രിയപ്പെട്ടവരെ മറന്നുപോവല്ലേ, പ്രഷർ കൂട്ടിയാൽ നമ്പർ ഓഫ് മോൾസ്, മോളിൻ്റെ എണ്ണം, നമ്പർ ഓഫ് മോൾസ് എവിടാണോ കൂടുതൽ അവിടുത്തെ കോൺസെൻട്രേഷൻ കൂടും. മറക്കരുത്, പ്രഷർ കൂട്ടിയാൽ നമ്പർ ഓഫ് മോൾസ് എവിടാണോ കൂടുതൽ അവിടുത്തെ കോൺസെൻട്രേഷൻ കൂടും. പ്രഷർ കൂട്ടിയാൽ നമ്പർ ഓഫ് മോൾസ് എവിടാണോ കൂടുതൽ അവിടുത്തെ കോൺസെൻട്രേഷൻ കൂടും. ഇനി അടുത്തത്, പ്രഷർ കുറച്ചാൽ നമ്പർ ഓഫ് മോൾസ് എവിടാണോ കുറവ് അവിടുത്തെ കോൺസെൻട്രേഷൻ കൂടുക. രണ്ടിടത്തും കോൺസെൻട്രേഷൻ കൂടുക. പ്രഷർ കൂട്ടിയാൽ
നമ്പർ ഓഫ് മോൾസ് കൂടുതലുള്ളിടത്ത് കോൺസെൻട്രേഷൻ കൂടും. പ്രഷർ കുറച്ചാൽ നമ്പർ ഓഫ് മോൾസ് കുറവുള്ളിടത്തെ കോൺസെൻട്രേഷൻ കൂടും. മറക്കത്തില്ലല്ലോ, പ്രഷർ കൂട്ടിയാൽ നമ്പർ ഓഫ് മോൾസ് കൂടുതലുള്ളിടത്തെ കോൺസെൻട്രേഷൻ കൂടും, പ്രഷർ കുറച്ചാൽ നമ്പർ ഓഫ് മോൾസ് കുറവുള്ളിടത്തെ കോൺസെൻട്രേഷൻ കൂടും. സോ ഈ പോയിന്റുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ, ഉണ്ട്, ഈ പോയിന്റ് മനസ്സിലുണ്ടല്ലോ. സോ ആ റിയാക്ഷൻ മോളിൽ കിടപ്പുണ്ട്, റിയാക്ഷൻ മോളിൽ കിടപ്പുണ്ട് അല്ലേ. അപ്പൊ റിയാക്ഷനിലേക്ക് നോക്കാം. N2 + 3H2 gives 2NH3 അല്ലേ. N2 + 3H2 gives 2NH3. സോ ഞാൻ ചെയ്യാൻ പോകുന്നു, എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഉറപ്പായിട്ടും ചോദിക്കാം. അപ്പൊ പ്രഷർ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പ്രഷർ കൂട്ടുന്നു, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രഷർ കുറയ്ക്കുന്നു. ഏത് റിയാക്ഷൻ ആണ് വേഗത്തിൽ നടക്കുന്നത്? ഫോർവേഡ് ആണോ? ഫോർവേഡ് എന്ന് വെച്ചാൽ റൈറ്റിലോട്ട് നടക്കും. ബാക്ക്വേഡ് ആണോ വേഗത്തിൽ നടക്കുന്നത് വെച്ചാൽ ലെഫ്റ്റിലോട്ട്. സോ സ്റ്റാർട്ട് ചെയ്യണേ. പ്രഷർ വെച്ചൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ ഹൃദയം കൊണ്ട് കേട്ടെ, പ്രഷർ വെച്ചൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ റിയാക്റ്റന്റ് സൈഡിലെയും പ്രോഡക്റ്റ് സൈഡിലെയും മോളിന്റെ എണ്ണം കണ്ടുപിടിച്ചെഴുതണം. പ്രഷർ വെച്ചൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ റിയാക്റ്റന്റ് സൈഡിലെയും പ്രോഡക്റ്റ് സൈഡിലെയും മോളിന്റെ എണ്ണം എഴുതണം. നമുക്ക് നോക്കാം. നൈട്രജന്റെ ഇടത് സൈഡിൽ ഒന്നും എഴുതിയിട്ടില്ല, അതിൻ്റെ അർത്ഥം അവിടെ ഒന്നുണ്ടെന്ന. കണ്ടല്ലോ, നൈട്രജന്റെ ഇടത് സൈഡിൽ ഒന്നും എഴുതിയിട്ടില്ല, അതിൻ്റെ ഇടത് സൈഡിൽ ഒന്ന്. അടുത്ത റിയാക്റ്റന്റ് ആണ് ഹൈഡ്രജൻ, അവന്റെ ഇടത് സൈഡിലുണ്ട് 3. സോ ഇനി നിങ്ങൾ കണ്ടോണേ, ഓരോ സൈഡിലെയും മോളിന്റെ എണ്ണം കാണാൻ വളരെ എളുപ്പമാണ്. അതായത് അവരുടെ ഇടത് സൈഡിലുള്ള ആ സംഖ്യയാണ് അവരുടെ മോളിന്റെ എണ്ണം. അപ്പൊ നൈട്രജന്റെ മോളിന്റെ എണ്ണം 1, ഹൈഡ്രജന്റെ മോളിന്റെ എണ്ണം 3. സോ ടോട്ടൽ റിയാക്റ്റന്റ് സൈഡില് മോളിന്റെ എണ്ണം 4. ക്ലിയർ അല്ലേ? റിയാക്റ്റന്റ് സൈഡിലെ മോളിന്റെ എണ്ണം എഴുതി 4. ഇനി നിങ്ങൾ നേരെ പ്രോഡക്റ്റ് സൈഡിലേക്ക് വന്നേ പ്രിയപ്പെട്ടവരെ. പ്രോഡക്റ്റ് സൈഡിൽ NH3 ആണുള്ളത്, അവന്റെ ഇടത് സൈഡിലുള്ള സംഖ്യ 2 ആണ്. സോ പ്രോഡക്റ്റ് സൈഡിലെ മോളിന്റെ എണ്ണം ഒറ്റയടിക്ക് കിട്ടി 2. സോ എന്റെ ചോദ്യത്തിന് സ്ക്രീനിൽ നോക്കി ഉത്തരം പറ. റിയാക്റ്റന്റ് സൈഡിലെ മോളിന്റെ എണ്ണം 4, പ്രോഡക്റ്റ് സൈഡിലെ മോളിന്റെ എണ്ണം 2. ക്വസ്റ്റ്യൻ ഇതാണ്, ഇതിലേത് സൈഡിലാണ് മോളിന്റെ എണ്ണം കൂടുതലുള്ളത്? ഇതിലേത് സൈഡിലാണ് മോളിന്റെ എണ്ണം കൂടുതലുള്ളത്? റിയാക്റ്റന്റ് സൈഡിലാണോ പ്രോഡക്റ്റ് സൈഡിലാണോ? കറക്റ്റ്, റിയാക്റ്റന്റ് സൈഡിലാണ് മോളിന്റെ എണ്ണം കൂടുതലുള്ളത്. സോ നമ്മുടെ റിയാക്റ്റന്റ് സൈഡിൽ മോളിന്റെ എണ്ണം 4 ആണ് അല്ലേ. റിയാക്റ്റന്റ് സൈഡിൽ മോളാണ്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കണേ. പ്രഷർ കൂട്ടുന്നു, പ്രഷർ കൂട്ടുന്നു. നമ്മൾക്കറിയാം പ്രഷർ കൂട്ടിയാൽ നമ്പർ ഓഫ് മോൾസ് എവിടാണോ കൂടുതൽ അവിടുത്തെ കോൺസെൻട്രേഷൻ കൂടും. പ്രഷർ കൂട്ടിയേ, നമ്പർ ഓഫ് മോൾസിന്റെ എണ്ണം എവിടാ കൂടുതല്? റിയാക്റ്റന്റ് സൈഡിലാ. പ്രഷർ കൂട്ടിയേ, നമ്പർ ഓഫ് മോൾസിന്റെ എണ്ണം കൂടുതൽ എവിടെയാ? റിയാക്റ്റന്റ് സൈഡിലാ. അപ്പോൾ അവിടുത്തെ മോളിന്റെ എണ്ണം എന്തു ചെയ്യും? സോറി, നമ്പർ ഓഫ് മോൾസ് കൂടുതൽ റിയാക്റ്റന്റ് സൈഡിലായതുകൊണ്ട് അവിടുത്തെ കോൺസെൻട്രേഷൻ കൂടി, റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ കൂടി. ഒന്നുകൂടെ പറയാം, പ്രഷർ കൂട്ടിയാൽ നമ്പർ ഓഫ് മോൾസ് കൂടുതലുള്ളിടത്തെ കോൺസെൻട്രേഷൻ കൂടും. ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഏത് സൈഡിലാ കൂടുതൽ? റിയാക്റ്റന്റ് സൈഡിലാ. അപ്പോൾ അവിടുത്തെ കോൺസെൻട്രേഷൻ കൂടി അല്ലേ, അവിടുത്തെ കോൺസെൻട്രേഷൻ കൂടി. റിയാക്റ്റന്റ് കോൺസെൻട്രേഷൻ കൂടിയാൽ ഏത് റിയാക്ഷൻ വേഗത്തിൽ നടക്കും? ഫോർവേഡ് റിയാക്ഷൻ. സോ ഇവിടെ ഫോർവേഡ് റിയാക്ഷൻ ആണ് പ്രഷർ കൂട്ടുമ്പോൾ സംഭവിക്കുന്നത്. ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഏത് സൈഡിലോട്ട് നടക്കുന്ന റിയാക്ഷനാ? ഏത് സൈഡിലോട്ട് നടക്കുന്ന റിയാക്ഷനാ? റൈറ്റ്, ഷിഫ്റ്റ് ടു റൈറ്റ്. റിയാക്ഷൻ ഷിഫ്റ്റ് റൈറ്റ്, റിയാക്ഷൻ റൈറ്റ് സൈഡിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഫോർവേഡ് റിയാക്ഷൻ വേഗത്തിൽ നടക്കും. ഇനി അടുത്തത് പ്രഷർ കുറയ്ക്കുന്നു. ശ്രദ്ധിക്കേ, നമുക്കറിയാം പ്രഷർ കുറച്ചാൽ നമ്പർ ഓഫ് മോൾസിന്റെ എണ്ണം എവിടാണോ കുറവ്, പ്രഷർ കുറച്ചാൽ നമ്പർ ഓഫ് മോൾസ് എവിടാണോ കുറവ് അവിടുത്തെ കോൺസെൻട്രേഷൻ കൂടും. പ്രഷർ കുറച്ചു, നമ്പർ ഓഫ് മോൾസിന്റെ എണ്ണം കുറവ്, പ്രോഡക്റ്റ് സൈഡിലാണ്. പ്രഷർ കുറച്ചു, നമ്പർ ഓഫ് മോൾസിന്റെ എണ്ണം കുറവ്, പ്രോഡക്റ്റ് സൈഡിലാണ്. സോ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടി. പറ പ്രിയപ്പെട്ടവരെ, പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ ഏത് റിയാക്ഷൻ ആണ് വേഗത്തിൽ നടക്കുന്നത്? ബാക്ക്വേഡ് റിയാക്ഷൻ.
ബാക്ക്വേർഡ് റിയാക്ഷൻ. ബാക്ക്വേർഡ് റിയാക്ഷൻ ഏത് ഡയറക്ഷനിലോട്ട് നടക്കുന്നത്? ലെഫ്റ്റ് സൈഡിലോട്ടാണ് അല്ലേ? സോ റിയാക്ഷൻ ഷിഫ്റ്റ് ടു ലെഫ്റ്റ്. അപ്പോൾ പ്രഷർ കൂടിയാൽ എന്ത് സംഭവിക്കും, പ്രഷർ കുറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ഞാനിവിടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ എനിക്കൊരു കാര്യം ചെയ്യണം, ഹെൽപ്പ് ചെയ്യണം. എന്താ ചെയ്യേണ്ട ഹെൽപ്പ് എന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ ഈ പഠിപ്പിച്ചത് നിങ്ങൾ ഒന്നുകൂടെ എന്തു ചെയ്യണം, കാണണം. ഞാൻ ഈ പഠിപ്പിച്ചത് നിങ്ങൾ ഒന്നുകൂടെ കാണണം. ഒന്നുകൂടെ കണ്ടിട്ട് വേണം ഇനി ഞാൻ തരാൻ പോകുന്ന ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ ഇവിടെ ചെയ്ത് നോക്കാൻ. അല്ലാതെ ചെയ്യല്ലേ ഒരു വക മനസ്സിലാകത്തില്ല, കേട്ടല്ലോ. അപ്പോൾ ഈ പ്രഷർ വെച്ച് ചെയ്ത ഈ ടൈപ്പ് നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് കാണുക. അതിനുശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ വരിക. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ ഞാനിവിടെ നിന്ന് എഴുതിയിടാം. 2SO2 plus O2 gives 2SO3. 2SO2 plus O2 gives 2SO3. 2SO2 plus O2 gives 2SO3. സോ ഫസ്റ്റ് എന്തായിരുന്നു ചോദ്യം? പ്രഷർ കൂട്ടുമ്പോഴാണോ പ്രഷർ കുറയ്ക്കുമ്പോഴാണോ? യെസ്, ഇൻക്രീസ് ഇൻ പ്രഷർ. പ്രഷർ കൂട്ടുമ്പോൾ റിയാക്ഷൻ ഏത് സൈഡിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്തത്? പ്രഷർ കൂട്ടുവാണേ. സോ പ്രഷർ വെച്ചാണ് ചോദ്യം. പ്രഷർ വെച്ചാണ് ഒരു ക്വസ്റ്റ്യൻ എങ്കിൽ നിങ്ങൾ ആദ്യം അവരുടെ റിയാക്റ്റൻ്റ് സൈഡിലെയും പ്രോഡക്റ്റ് സൈഡിലെയും എന്തിൻ്റെ എണ്ണം കണ്ടുപിടിക്കും? മോളിൻ്റെ എണ്ണം അല്ലേ? അപ്പോൾ ഇവിടെ റിയാക്റ്റൻ്റ് സൈഡിൽ ഇവിടെ 2 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. സോ 2ഉം 1ഉം എത്രയാണ്? 3. പ്രോഡക്റ്റ് സൈഡിൽ എത്രയാണ് പ്രിയപ്പെട്ടവരെ? 2. പ്രോഡക്റ്റ് സൈഡിൽ 2, റിയാക്റ്റൻ്റ് സൈഡിൽ 3, പ്രോഡക്റ്റ് സൈഡിൽ 2, റിയാക്റ്റൻ്റ് സൈഡിൽ 3, പ്രോഡക്റ്റ് സൈഡിൽ 2. ക്ലിയർ അല്ലേ? സോ പ്രഷർ എന്തു ചെയ്യുന്നു? കൂട്ടുന്നു. നമുക്കറിയാം പ്രഷർ കൂട്ടിയാൽ നമ്പർ ഓഫ് മോൾസ് എവിടാണോ കൂടുതൽ അവിടുത്തെ കോൺസെൻട്രേഷൻ കൂടും അല്ലേ? പ്രഷർ കൂട്ടിയാൽ നമ്പർ ഓഫ് മോൾസ് എവിടാണോ കൂടുതൽ അവിടുത്തെ കോൺസെൻട്രേഷൻ കൂടും. ഞാൻ പ്രഷർ കൂട്ടി, നമ്പർ ഓഫ് മോൾസ് കൂടുതൽ ഏത് സൈഡിലാ? റിയാക്റ്റൻ്റ് സൈഡിലാ. സോ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടും. റിയാക്റ്റൻ്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ ഏത് റിയാക്ഷൻ? ഫോർവേഡ് റിയാക്ഷൻ. ഫോർവേഡ് എന്ന് വെച്ചാൽ ഏത് സൈഡിലോട്ടാണ് പോകുന്നത്? റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ? റൈറ്റ്. സോ പ്രഷർ കൂട്ടിയാൽ ഇവിടെ ഏത് സൈഡിലോട്ടാണ് റിയാക്ഷൻ വേഗത്തിൽ നടക്കുന്നത്? റൈറ്റ് സൈഡിലോട്ടാണ്. അപ്പോൾ പ്രഷർ വെച്ചൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്കിത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. ക്ലിയർ ആണ് ഫാക്റ്റ്? ഓക്കെ ആണ് പ്രിയപ്പെട്ടവരെ? ഇത് മറന്നു പോവല്ല. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് എ റിഡോക്സ് റിയാക്ഷൻ? അടിപൊളി ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് എ റിഡോക്സ് റിയാക്ഷൻ? സോ ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെയും കുറച്ചധികം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് എ റിഡോക്സ് റിയാക്ഷൻ? താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് റിഡോക്സ് റിയാക്ഷൻ അല്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ ഇട്ട ആൾ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് റിഡോക്സ് റിയാക്ഷൻ എന്ന് നിങ്ങൾ ആദ്യം അറിയണം. പ്രിയപ്പെട്ട, റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് നടക്കുന്ന റിയാക്ഷനെയാണ് നമ്മൾ എന്ത് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്? റിഡോക്സ് റിയാക്ഷൻ എന്ന് വിളിച്ചത്. കൃത്യമായിട്ട് നമ്മൾ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിങ്ങൾ ഇത് എടുത്തു തന്നിട്ടുണ്ട്. ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് നടക്കുന്ന റിയാക്ഷനെ റിഡോക്സ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നു. ഇവിടെ നിങ്ങൾ അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ഇവിടെ കുറച്ച് പേരുടെ ഓക്സിഡേഷൻ നമ്പർ നിങ്ങൾ കാണാതെ പഠിക്കണം. ഇവിടെ കുറച്ച് പേരുടെ ഓക്സിഡേഷൻ നമ്പർ നിങ്ങൾ കാണാതെ പഠിക്കണം. അത് ആരുടെയൊക്കെയാണ് ഞാൻ പറഞ്ഞു തരാം. ആദ്യം ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ +1. ഇതിപ്പോൾ തന്നെ ബുക്കിലോട്ട് എഴുതിയെടുത്തോണം. ഞാൻ മായിച്ച് കളയും. ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ആ എഴുതിയത് നോക്കി വേണം പറയാൻ. ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ +1. അതേപോലെ ഫസ്റ്റ് ഗ്രൂപ്പിൽ, ഒന്നാമത്തെ ഗ്രൂപ്പിൽ വരുന്നവരാണ് ആരൊക്കെ? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ് ഷോസ് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലേ? ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ് ഷോസ് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന എലമെന്റുകളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണ്. സോ ആരൊക്കെയെന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ നിങ്ങൾ എല്ലാവരുടെയും അറിയണമെന്നില്ല, ചിലരുടെ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന സോഡിയം, അവൻ്റെ ഓക്സിഡേഷൻ നമ്പർ +1 ആണ്. ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന പൊട്ടാസ്യം, അവൻ്റെ ഓക്സിഡേഷൻ നമ്പർ +1 ആണ്. സോ ഇത്രയും പേരുടെ +1 ആണ്. അപ്പോൾ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവരുടെ മാത്രമേ തരുന്നുള്ളേ.
ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ +1, സോഡിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +1, പൊട്ടാസ്യത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +1. ഇനി നിങ്ങൾ അറിയേണ്ടതാണ് മഗ്നീഷ്യം, അതായത് സെക്കൻഡ് ഗ്രൂപ്പിൽ വരുന്നവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആയിരിക്കും. മറക്കരുത്, സെക്കൻഡ് ഗ്രൂപ്പിന്റെ പേരെന്താ പറ? ഫസ്റ്റ് ഗ്രൂപ്പിന്റെ പേര് ആൽക്കലി മെറ്റൽസ്, സെക്കൻഡ് ഗ്രൂപ്പിന്റെ പേര് എന്താണ് പ്രിയപ്പെട്ടവരെ? ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് അല്ലെ. അപ്പൊ ഈ സെക്കൻഡ് ഗ്രൂപ്പിൽ വരുന്ന എലമെന്റുകളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്. അതിൽ എല്ലാവരുടെയും ഒന്നും നമുക്ക് പഠിക്കേണ്ട, കുറച്ച് ആൾക്കാരുടെ മാത്രം പഠിച്ചാൽ മതി. മഗ്നീഷ്യത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്. അതേപോലെ കാൽസ്യത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്. പിന്നെ നിങ്ങൾ അറിയണം ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1, ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2. സോ ഇത്രയും ആൾക്കാരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അറിഞ്ഞിരിക്കുക. ഒരാളെയും കൂടെ പഠിച്ചു വെച്ചേര്, കാർബൺ +4, ഒരു വഴിക്ക് പോലെ കാർബൺ +4. അപ്പോൾ ഇത്രയും പഠിച്ചാൽ നിങ്ങൾക്ക് ഓക്സിഡേഷൻ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഏതൊരു ക്വസ്റ്റ്യനും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പ്രിയപ്പെട്ടവരെ ഒന്നുകൂടെ പറയാം, ഹൈഡ്രജൻ്റെത് +1, സോഡിയത്തിൻ്റെത് +1, പൊട്ടാസ്യത്തിൻ്റെത് +1. ഓക്കെ, മഗ്നീഷ്യം കാൽസ്യം +2, ക്ലോറിൻ -1, ഓക്സിജൻ -2, കാർബൺ +4. പഠിച്ചു വെക്ക. ഇതിപ്പോൾ തന്നെ ഒന്ന് എഴുതിയെടുത്തേ ബുക്കിലോട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളിത് ബുക്കിലോട്ട് എഴുതിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആ വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ കാര്യങ്ങൾ ചെയ്യാൻ പോവാണ്. ഒന്നാമത് ഇത് ഞാൻ ചെറുതാക്കി വെച്ചോട്ടെ. ഓക്കെ, ഇതാ മൂലക്കിടപ്പുണ്ട്. നമ്മൾ നോക്കരുത്, അവിടെ ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. നമ്മൾ നോക്കാതെ വേണം പഠിക്കാൻ. ഓക്സിഡേഷൻ നമ്പറൊക്കെ കാണാൻ പലർക്കും അറിയത്തില്ല. സോ അറിയാത്തവരെ നമ്മൾ രക്ഷപ്പെടുത്താൻ പോവാം. കേൾക്കണേ, ഏറ്റവും ആദ്യം ഒരെണ്ണം തരാം, H2SO4. റെഡി? H2SO4. ഇതിൽ സൾഫറിൻ്റെയാണ് നമുക്ക് കാണേണ്ടത്. കേട്ടല്ലോ, H2SO4 എന്ന് പറഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡ്. H2SO4 എന്ന് പറഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡ്. സോ സൾഫ്യൂരിക് ആസിഡിൻ്റെ ഓക്സീകരണാവസ്ഥയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഹൈഡ്രജൻ ആദ്യം എഴുതാം. പ്രിയപ്പെട്ട ഹൈഡ്രജൻ്റെ എഴുതുന്നു +1. നമുക്കറിയാം അല്ലേ, ഹൈഡ്രജൻ്റെ എത്ര നമുക്കറിയാം, അത് വീട്ടിൽ ചെയ്ത് കൊണ്ടുപോകണം +1. സൾഫറിൻ്റെയാണ് നമുക്ക് കാണേണ്ടത്. സോ സൾഫറിൻ്റെ നമുക്കറിയത്തില്ല, അതുകൊണ്ട് സൾഫറിൻ്റെ ഞാൻ +6 എന്ന് കൊടുത്തു. അടുത്ത സൾഫർ കഴിഞ്ഞാൽ അടുത്ത ഓക്സിജൻ ആണ്. സോ ഓക്സിജൻ്റെ ഞാൻ കൊടുക്കുകയാണ് ഓക്സിജൻ്റെ -2. സോറി, സൾഫറിന് നമുക്ക് അറിയത്തില്ലല്ലോ, എനിക്കറിയാം, നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ. സൾഫറിന് ഞാൻ X എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ H2SO4 ആണ് തന്നിരിക്കുന്നത്. അതിൽ ഹൈഡ്രജൻ ഉണ്ട്, സൾഫർ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ആ ക്രമത്തിൽ ഞാൻ ഓരോരുത്തരുടെയും എഴുതിയിട്ടുണ്ട്. ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1, സൾഫറിൻ്റെതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ X എന്ന് കൊടുത്തു. ഓക്സിജൻ്റെ എത്രയാണ് നമുക്കറിയാം, -2. ഇനി ഞാൻ പറയുന്നത് ഒരു കഥ പോലെ കേൾക്കണേ, എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചോണേ. ഒരു ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ +1. അങ്ങനെ ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്, ശരിയല്ലേ? സോ ഞാൻ എഴുതുന്നു 2 × 1. ക്ലിയർ? 2 × 1 പ്ലസ് അടുത്ത ഒരു സൾഫറിൻ്റെ X ആണ്. അങ്ങനെ ഇവിടെ ഒരു സൾഫറേ ഉള്ളൂ, ശരിയല്ലേ? അപ്പം നമ്മൾ എഴുതുന്നു 1 × X പ്ലസ് അടുത്തത് ഓക്സിജൻ ആണല്ലോ. ഒരു ഓക്സിജൻ്റെ എത്രയാണ് പ്രിയപ്പെട്ടവരെ? -2 ആണ് അല്ലേ? ഒരു ഓക്സിജൻ്റെ -2 ആണ്. അങ്ങനെ ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 4. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? 4 × -2 ഈസ് ഈക്വൽ ടു 0. ക്ലിയർ അല്ലേ? 2 × 1 പ്ലസ് 1 × X പ്ലസ് 4 × -2 ഈസ് ഈക്വൽ ടു 0. സ്റ്റാർട്ട് ചെയ്യുവാണേ. 2 × 1 2, 1 × X പ്ലസ് X പ്ലസ് 4 × -2 -8 ഈസ് ഈക്വൽ ടു 0. സോ ഞാൻ എക്സിനെ മാത്രം അവിടെ തന്നെ നിർത്തിയാൽ -8 ഇപ്പുറത്ത് വരുമ്പോൾ +8, +2 ഇപ്പുറത്ത് വരുമ്പോൾ -2. സോ ഫൈനലി വി ഗോട്ട് X ഈസ് ഈക്വൽ ടു +6. സൾഫറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? +6. എളുപ്പമല്ലേ? നിങ്ങൾ പറ, ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണാൻ എളുപ്പമല്ലേ? എളുപ്പമാണ്. അടുത്ത ക്വസ്റ്റ്യൻ പറയുവാണേ, ഇതറിയാതെ നിങ്ങൾക്ക് ആ റിഡോക്സ് റിയാക്ഷൻ്റെ ക്വസ്റ്റ്യൻ പഠിപ്പിക്കാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് പഠിപ്പിച്ചിട്ട് പോകുന്നത്. K2Cr2O7
ഓക്കെ, ക്രോമിയത്തിൻ്റെയാണ് കാണേണ്ടത്. ഇത് നമുക്ക് ക്രോമിയത്തിൻ്റെയാണ് കാണുന്നത്. ഓക്കെ, പൊട്ടാസ്യം ഉണ്ട്, ക്രോമിയം ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. നമുക്ക് ഓരോരുത്തരുടെ എഴുതാം. അപ്പോൾ ആദ്യം കെ പൊട്ടാസ്യം. പൊട്ടാസ്യം ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻ്റ് ആണ്. സോ നമുക്ക് അവൻ്റെ അറിയാം +1. ക്ലിയർ അല്ലേ? അടുത്ത ക്രോമിയം. ക്രോമിയത്തിൻ്റെയാണ് നമുക്ക് കാണേണ്ടത്. സോ ക്രോമിയത്തിൻ്റെ ഞാൻ എക്സ് എന്ന് കൊടുക്കുകയാണ്. അടുത്ത ഓക്സിജൻ ആണ്. ഓക്സിജൻ നമുക്കറിയാം, നമ്മൾ ആൾറെഡി പഠിച്ചു വെച്ചിരിക്കുകയാണ്, -2. ക്ലിയർ? സോ നമുക്ക് നോക്കാം. ഒരു ക്രോമിയത്തിൻ്റെത് 1. അങ്ങനെ ഇവിടെ 2 ക്രോമിയമുണ്ട്. ഞാൻ എഴുതുകയാണ് 2 × 1 പ്ലസ്. അടുത്ത ഒരു ക്രോമിയത്തിൻ്റെ എക്സ് ആണ്. അങ്ങനെ ഇവിടെ 2 ക്രോമിയമുണ്ട്. സോ നമ്മൾ എഴുതുന്നു 2 × x പ്ലസ് ഒരു ഓക്സിജൻ്റെ -2 ആണ്. അങ്ങനെ ഇവിടെ 7 ഓക്സിജൻ ഉണ്ട്. സോ ഞാൻ എഴുതുന്നു 7 × -2. ഒരു ഓക്സിജൻ്റെ -2, അങ്ങനെ ഇവിടെ 7 ഓക്സിജൻ ഉണ്ട്. സോ 7 × -2 ഈസ് ഈക്വൽ ടു 0. ക്ലിയർ അല്ലേ പ്രിയപ്പെട്ടവരെ? ശരി, ഇനി നമുക്ക് ചെയ്യാം. 2 × 1 2, 2 × x 2x പ്ലസ് 7 × -2 പ്ലസ് 7 × -2 ദാറ്റ് ഈസ് -14 ഈസ് ഈക്വൽ ടു 0. ക്ലിയർ? ഓക്കെ, 2x ഈസ് ഈക്വൽ ടു 2xനെ മാത്രം അവിടെ നിർത്തി, ബാക്കിയെല്ലാം നമുക്ക് ഇപ്പുറത്ത് കൊണ്ടുവരാം. -40 ഇപ്പുറത്ത് വരുമ്പോൾ +40, +2 ഇപ്പുറത്ത് വരുമ്പോൾ -2. ഫൈനലി 2x ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? 12 എന്ന് വരും. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എക്സ് ആണ്. സോ എക്സ് ഈസ് ഈക്വൽ ടു ഓൾറെഡി 12 ഇപ്പുറത്തുണ്ട്, 2 മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്, ഇപ്പുറത്ത് ഡിവൈഡ് ചെയ്യും. സോ എക്സ് ഈസ് ഈക്വൽ ടു +6 എന്ന് വരും. കണ്ടോ? എക്സ് ഈസ് ഈക്വൽ ടു +6 എന്ന് വരും. അപ്പോൾ ഇവിടെ എക്സ് ക്രോമിയത്തിന് നമുക്ക് കിട്ടി +6. ക്രോമിയത്തിന് നമുക്ക് കിട്ടി +6. മറന്നു പോകുമോ? ഇത് മറന്നു പോകുമോ? മറക്കരുത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ചെയ്യണേ പ്രിയപ്പെട്ടവരെ. ഒറ്റ മിനിറ്റ്, ഞാനത് ഒന്ന് വായിക്കട്ടെ. ഓക്കെ, ഇത്രയും ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് അടുത്തത് തന്നെ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്, അതിവിടെ ഞാൻ ചെയ്ത് കാണിക്കാം. Cr2O7 2-. വേഗം ചെയ്തേ, വീഡിയോ പോസ് ചെയ്തിട്ടൊന്ന് ചെയ്തേ. Cr2O7 2-. Cr2O7 2-. എത്ര പേർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കട്ടെ. Cr2O7 2-. ക്രോമിയത്തിൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഞാൻ ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എക്സ് എന്ന് കൊടുത്തു. ഓക്കെ, അടുത്തത് ഓക്സിജൻ ആണ്. ഒരു ഓക്സിജൻ്റെ ഞാൻ -2 എന്ന് കൊടുത്തു. ഒരു ക്രോമിയത്തിൻ്റെ എക്സ് എന്ന് കൊടുത്തു. ഒരു ഓക്സിജൻ്റെ ഞാൻ -2 എന്ന് കൊടുത്തു. റെഡി, സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. ഒരു ക്രോമിയത്തിൻ്റെത് എക്സ് ആണ്. അങ്ങനെ ഇവിടെ 2 ക്രോമിയമുണ്ട്. ഒരു ക്രോമിയത്തിൻ്റെ എക്സ് ആണ്. അങ്ങനെ ഇവിടെ 2 ക്രോമിയമുണ്ട്. അപ്പം ഞാൻ എങ്ങനെ എഴുതും? 2 × x പ്ലസ്. ക്ലിയർ അല്ലേ? അടുത്ത ഒരു ഓക്സിജൻ്റെത് -2 ആണ്. അങ്ങനെ ഇവിടെ 7 ഓക്സിജൻ ഉണ്ട്. ഒരു ഓക്സിജൻ്റെ -2, അങ്ങനെ ഇവിടെ 7 ഓക്സിജൻ ഉണ്ട്. സോ ഞാൻ എങ്ങനെ എഴുതാം? 7 × -2. ക്ലിയർ അല്ലേ? ഈസ് ഈക്വൽ ടു, ചാടിക്കേറി നിങ്ങൾ 0 എന്ന് കൊടുക്കല്ലേ പ്രിയപ്പെട്ടവരെ? അത് തെറ്റാ. ചാടിക്കേറി നിങ്ങൾ 0 എന്ന് കൊടുക്കരുത്. എന്തുകൊണ്ട്? ഇവിടെ ചാർജ് ഉള്ളത് കൊണ്ട്. തൊട്ട് മുമ്പ് തന്നതിലൊന്നും ചാർജ് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ടോട്ടൽ സമ്മ് നമ്മൾ അവിടെ 0 എന്ന് കൊടുത്തത്. ഇവിടെ 0 അല്ല കൊടുക്കേണ്ടത്. ഈ ചാർജ് എത്രയാണോ അത് കൊടുക്കണം. 2- ആണ്. ഞാൻ അതിനെ ഇവിടെ -2 എന്ന് എഴുതുകയാണ്. മനസ്സിലായോ? ഇവിടെ തെറ്റല്ലേ? ഇനി 2 × x 2x പ്ലസ് 7 × -2 -40 ഈസ് ഈക്വൽ ടു -2. ശരിയാണേ? സോ 2x ഈസ് ഈക്വൽ ടു -2നെ ഇവിടെ തന്നെ നിർത്തി, -40 ഇപ്പുറത്ത് വരുമ്പോൾ +40. സോ 2x ഈസ് ഈക്വൽ ടു 12. therefore 2x ഈസ് ഈക്വൽ ടു 12 എന്ന് പറഞ്ഞാൽ x ഈക്വൽ ടു 12/2 ദാറ്റ് ഈസ് +6. ക്ലിയർ അല്ലേ? ഫാക്ട് ഓക്കെ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഹോംവർക്ക് തരാം. നിങ്ങൾ എത്ര പേര് ചെയ്യുമെന്ന് നോക്കട്ടെ. MnO4- നിങ്ങൾ പറ. Mn മാംഗനീസിൻ്റെ ആണ് കണ്ടുപിടിക്കേണ്ടത് എക്സ്. ഓക്സിജന് നമുക്കറിയാം -2. ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ, ടോട്ടൽ സമ്മ് 0 വരും ഇവിടെ? ഇല്ല, ടോട്ടൽ സമ്മ് 0 വരത്തില്ല. കാരണം ചാർജ് -1 ആണ്. സോ -1 ഈക്വൽ ടു -1 എന്ന് വേണം ഇവിടെ കൊടുക്കാൻ. കേട്ടല്ലോ? അതാണ് പലർക്കും തെറ്റുപെടുന്നത്. എങ്കിൽ MnO4-
മാംഗനീസിലെ ഓക്സീകരണാവസ്ഥ എത്രയാണെന്ന് ഈ വീഡിയോയുടെ താഴെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേ. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. മാംഗനീസിൻ്റെ ഒരെണ്ണമേ ഉള്ളൂ, ഒരു മാംഗനീസിൻ്റെ എക്സ്, ഇവിടെ ഒരു മാംഗനീസേ ഉള്ളൂ. സോ 1 ഇൻറ്റു എക്സ് പ്ലസ് ഒരു ഓക്സിൻ്റെ -2 ആണ്, അങ്ങനെ 4 എണ്ണം ഉണ്ട്. സോ 4 ഇൻറ്റു -2 ഈസ് ഈക്വൽ ടു 0 അല്ല -1. സോ 1 ഇൻറ്റു എക്സ് പ്ലസ് 4 ഇൻറ്റു -2 -8 ഈസ് ഈക്വൽ ടു -1. Therefore x ഈസ് ഈക്വൽ ടു -1 പ്ലസ് 8. സോ x ഈസ് ഈക്വൽ ടു +7. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നത്. ഇനി ഇങ്ങനെ എക്സ് ഒന്നും ഇടാതെ തന്നെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈസി ആയിട്ട് ഓക്സിഡേഷൻ നമ്പർ കാണാൻ പറ്റും. എക്സ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഓക്സിഡേഷൻ നമ്പർ കാണാൻ പറ്റും. എങ്കിൽ ആ ഒരു ടെക്നിക്ക് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻ എക്സാമ്പിൾ എഴുതാൻ പറ്റത്തുള്ളൂ. കേട്ടല്ലോ. അപ്പം ആ ടെക്നിക്ക് നമുക്കൊന്ന് കണ്ടുപിടിക്കാം എങ്ങനെയാണെന്ന്. ഇപ്പോൾ ഉദാഹരണം HCl, ശ്രദ്ധിച്ച് കേൾക്കണേ, ഒരു കഥ പോലെ കേൾക്കണേ. HCl, ഇവിടുത്തെ ടോട്ടൽ ചാർജ്, ഇവിടെ ചാർജ് മണ്ടയ്ക്ക് ചാർജ് ഒന്നുമില്ല. അപ്പോൾ ഇവിടുത്തെ ഓക്സിഡേഷൻ നമ്പറിൻ്റെ സം എത്ര ആയിരിക്കും? 0 ആയിരിക്കും അല്ലേ? ശ്രദ്ധിക്കണേ. ആദ്യം ഹൈഡ്രജൻ, ഒരു ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്ര? -1. ഹൈഡ്രജൻ്റെത് -1 എങ്കിൽ 0 ആകും. ഹൈഡ്രജൻ മൈനസ് അല്ല, ഹൈഡ്രജൻ്റെ +1. ഇനി ആ ഹൈഡ്രജനോടൊപ്പം ഉള്ളത് ക്ലോറിനാണ്. നമുക്കറിയാം ഇവിടുത്തെ ടോട്ടൽ ഓക്സിഡേഷൻ നമ്പറിൻ്റെ സം എത്രയാ വരേണ്ടത്? 0. ഹൈഡ്രജൻ്റെത് +1 ആണ് എന്നുണ്ടെങ്കിൽ ക്ലോറിൻ്റെ 0 ആകണമെങ്കിൽ ക്ലോറിൻ എത്ര ആയിരിക്കണം? -1 ആയിരിക്കണം. ശരിയല്ലേ? അപ്പോൾ ഇങ്ങനെ നമുക്ക് എക്സ് ഇടാതെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. വേറെണ്ണം ചെയ്ത് കാണിക്കാം. CA വായിച്ചോട്ടെ, ഈസി ആയിട്ട് പറ്റും. CaCO3 കാൽസ്യം കാർബണേറ്റ്, CaCO3 കാൽസ്യം കാർബണേറ്റ്. സോ നമുക്ക് കാർബണിൻ്റെ കണ്ടുപിടിക്കാം. ഓക്കെ, കാർബണിൻ്റെ കണ്ടുപിടിക്കാൻ പോവാണേ. ഒരു കഥ പോലെ കേൾക്കണം, ശ്രദ്ധിച്ചിരിക്കണം. ഇത് പിടികിട്ടിയാൽ നിങ്ങൾ റിഡോക്സ് റിയാക്ഷൻ സെറ്റാക്കും, ഞാൻ ഉറപ്പ് തരാം. ആദ്യം കാൽസ്യത്തിലേക്ക് വാ. കാൽസ്യത്തിന് നമുക്കറിയാം ഇവിടെ കാർബണിൻ്റെ ഉണ്ട് +4 എന്ന്. അത് കിട്ടുമല്ലോ, നമുക്ക് നോക്കാം. എങ്ങനെ നോക്കാം? ശ്രദ്ധിക്കണേ. കാൽസ്യം സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻ്റ് അല്ലേ? രണ്ടാമത്തെ ഗ്രൂപ്പിൽ വരുന്ന മൂലകമല്ലേ കാൽസ്യം? സോ കാൽസ്യത്തിൻ്റെ അപ്പം എത്ര ആയിരിക്കും? ഞാൻ എഴുതി +2. ക്ലിയർ? അടുത്ത കാർബൺ ആണേ. കാർബൺ അവിടെ നിൽക്കട്ടെ. ഓക്സിജൻ്റെ നമുക്കറിയാമല്ലോ പ്രിയപ്പെട്ടവരെ, ഒരു ഓക്സിജൻ്റെ എത്രയാണ്? -2 ആണ്. സോ ഇവർക്ക് ചാർജ് ഒന്നും ഇല്ലാതുകൊണ്ട് ഇവരുടെ ടോട്ടൽ സം എത്ര ആയിരിക്കും? ടോട്ടൽ സം 0 ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു തരാൻ പോവാണ്, കേട്ടിരിക്കണേ. ഇവിടെ ഓരോ ഓക്സിജൻ്റെ -2, അങ്ങനെ ഇവിടെ ടോട്ടൽ 3 ഓക്സിജൻ ഉണ്ട് അല്ലേ? അപ്പോൾ ടോട്ടൽ ഓക്സിജൻ എത്രയായി? -6 ആയി. ക്ലിയർ? നോക്കുക, ഓരോ ഓക്സിജൻ്റെ -2, അങ്ങനെ ഇവിടെ 3 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ടോട്ടൽ അപ്പോൾ എത്ര ആയിരിക്കും? -6 ആയിരിക്കും. എങ്കിൽ 0 ആകണമെങ്കിൽ നമുക്ക് ഇപ്പുറത്ത് +6 വേണം. +6 -6 ആഡ് ചെയ്യുമ്പോഴേ 0 ആവത്തുള്ളൂ. അപ്പം -6 ഓൾറെഡി ഓക്സിജൻ്റെ വന്നു, ഇനി +6 ആകണം. കാൽസ്യം ഇവിടെ +2, അപ്പം +6 ആകണമെന്നുണ്ടെങ്കിൽ കാർബൺ എത്രയാകണം? +4. കണ്ടോ, കാർബൺ എത്രയാകണം? +4. ഇങ്ങനെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് വീഡിയോ ഒന്നുകൂടെ ബാക്കിലോട്ടൊന്ന് സീക്ക് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് കണ്ടേ. ഇതൊന്നുകൂടെ ഒന്ന് കണ്ടിട്ടേ നിങ്ങൾ അപ്പുറത്തേക്ക് വരാവുള്ളേ, ഇല്ലെങ്കിൽ മനസ്സിലാവത്തില്ലേ. Mn2O7 ഈസിയാണ് കേട്ടോ. Mn2O7 ഈസി ആയിട്ട് പറയണേ നിങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഒരു ഓക്സിജൻ്റെ നമുക്കറിയാം, മാംഗനീസിൻ്റെ എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല. എക്സ് ഒന്നും ഇടാതെ തന്നെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകും. എക്സ് ഇട്ട് ചെയ്യാൻ പറ്റും. മാംഗനീസിൻ്റെ എക്സ് ആയിട്ട് കൊടുക്കാം. ഓക്സിജന് -2 കൊടുത്താൽ ഒരു മാംഗനീസിൻ്റെ എക്സ്, അങ്ങനെ ഇവിടെ 2 മാംഗനീസ്. സോ 2 ഇൻറ്റു എക്സ് പ്ലസ് ഒരു ഓക്സിജൻ്റെ -2 ആണ്. അങ്ങനെ ഇവിടെ 7 ഓക്സിജൻ ഉണ്ട്. അപ്പം നമ്മൾ എഴുതുന്നു 7 ഇൻറ്റു -2 ഈസ് ഈക്വൽ ടു 0. കാരണം ചാർജ് ഒന്നും ഇല്ലല്ലോ ഇവിടെ. അപ്പോൾ 0 കൊടുക്കാം. 2 ഇൻറ്റു എക്സ് 2x പ്ലസ് 7 ഇൻറ്റു -2 -14 ഈസ് ഈക്വൽ ടു 0. Therefore 2x ഈസ് ഈക്വൽ ടു -40 ഇപ്പുറത്ത് വരുമ്പോൾ +40. ശരിയല്ലേ? -40 ഇപ്പുറത്ത് വരുമ്പോൾ +40. സോ നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് ഈസ് ഈക്വൽ ടു 14/2, ദാറ്റ് ഈസ് +7. +7 നമുക്കിവിടെ കിട്ടി. +7 കിട്ടി. എങ്കിൽ ആ +7 ഇത്രയും ചെയ്യാതെ എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാൻ പോവാം. കേട്ടിരിക്കണേ.
ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം ഓക്സിജൻ്റെ എഴുതാം -2. പ്രിയപ്പെട്ട ടോട്ടൽ സമ്മ് 0 ആണെന്നൊരു ഐഡിയ നമ്മുടെ കയ്യിലുണ്ടേ. അപ്പോൾ ഒരു ഓക്സിജൻ്റെ -2, അങ്ങനെ ഇവിടെ 7 ഓക്സിജൻ ഉണ്ട്, അപ്പോൾ -14 ആണ്. ശരിയല്ലേ? ഒരു ഓക്സിജൻ്റെ -2, അങ്ങനെ ഇവിടെ 7 ഓക്സിജൻ ഉണ്ട്, അപ്പോൾ ടോട്ടൽ -14 ആണ്. 7 × -2 -14. 0 ആകണമെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ ടോട്ടൽ സമ്മ് 0 ആകണമെങ്കിൽ മാംഗനീസ് +40 ആകണം. ഓൾറെഡി 2 മാംഗനീസ് ഉണ്ട്, അപ്പോൾ അവൻ +40 ആകണമെങ്കിൽ മാംഗനീസിന് എത്ര കൊടുത്താൽ മതി? +7. കാരണം ആ +7 × 2 +40, ഓക്സിജൻ -40. സോ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. ക്ലിയർ അല്ലേ? എളുപ്പമല്ലേ? അപ്പം ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ഓക്സിഡേഷൻ നമ്പർ കാണാൻ പുലികളാണ്. ദാ പ്രിയപ്പെട്ടവരെ, FeCl2, വേഗം പറ. FeCl2, ഇതിൽ Feയുടെ ഓക്സീകരണാവസ്ഥ എത്രയാണ്? FeCl2, ഇതിൽ Feയുടെ ഓക്സീകരണാവസ്ഥ എത്രയാണ്? നമുക്കറിയാം. ഒരു ക്ലോറിൻ്റെ എത്രയാണെന്ന് നമുക്കറിയാം, -1 അല്ലേ? ഒരു ക്ലോറിൻ്റെ -1 ആണ്. അങ്ങനെ ഇവിടെ 2 ക്ലോറിൻ ആണുള്ളത് അല്ലേ? അങ്ങനെ ഇവിടെ 2 ക്ലോറിൻ ആണുള്ളത്. സോ അപ്പോൾ ടോട്ടൽ -2. 0 ആകണമെങ്കിൽ Fe എത്ര ആകണം? ടോട്ടൽ ക്ലോറിൻ -2 ഉണ്ട്, അപ്പോൾ ഇവരുടെ ടോട്ടൽ സമ്മ് 0 ആകണമെങ്കിൽ Fe എത്ര വരണം? +2. Fe +2. ഈസിയാണ്. അപ്പോൾ ഈ ഒരു പാറ്റേൺ പിടിച്ചാൽ മതി, നിങ്ങൾക്ക് ഏതൊരുത്തിൻ്റെയും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റിനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് എ റിഡോക്സ് റിയാക്ഷൻ? അപ്പോൾ ആദ്യം തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? Fe + 2HCl ഗീസ് FeCl2 + HCl. ഓക്കെ, അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞു തന്നോട്ടെ. ഓക്സിഡേഷൻ നമ്പർ, പ്രിയപ്പെട്ടവരെ, ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന പ്രോസസ്സാണ് ഓക്സിഡേഷൻ. മറക്കല്ലേ, ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന പ്രോസസ്സാണ് ഓക്സിഡേഷൻ. ഇനി ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രോസസ്സിനെ നമ്മൾ ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രോസസ്സിനെ റിഡക്ഷൻ എന്നും വിളിക്കാം. ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന പ്രോസസ്സ് ഓക്സിഡേഷൻ, ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രോസസ്സിനെ റിഡക്ഷൻ എന്നുമാണ് വിളിക്കുന്നത്. മറക്കരുത്, ഓക്സിഡേഷൻ നമ്പർ കൂടിയാൽ അത് ഓക്സിഡേഷൻ, ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞാൽ അത് റിഡക്ഷൻ. ഇത് രണ്ടും കൂടെ നടന്നാൽ അത്തരം റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് റിഡോക്സ് റിയാക്ഷൻ. എന്താ വിളിക്കുന്ന പേര്? റിഡോക്സ് റിയാക്ഷൻ. റെഡി, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എടുത്തിരുന്നു. Fe + 2HCl, വേണ്ട, ഇടത് സൈഡിലെ സംഖ്യ ഒന്നും വേണ്ടേ, HCl തന്നെ എഴുതിയാൽ മതി. HCl ഗീസ്, അത് ഇടത് സൈഡിലെ സംഖ്യ ഒന്നും ഇല്ലാതെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. FeCl2 + HCl. Fe + HCl ഗീസ് FeCl2 + HCl. റെഡി, സ്റ്റാർട്ട് ചെയ്യാൻ പോവാണേ. സംശയങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയണേ. ഇനി ഞാൻ പറയുന്നത് ഹൃദയം കൊണ്ട് കേൾക്ക് പ്രിയപ്പെട്ടവരെ, ഹൃദയം കൊണ്ട് കേട്ടോണം. ഞാൻ പറയുന്നത് ഹൃദയം കൊണ്ട് കേട്ടണം. ആദ്യം Feയിലേക്ക് ശ്രദ്ധ വാ. Fe ഒറ്റയ്ക്ക് നിൽക്കുമല്ലേ? Feയുടെ കൂടെ അയൺ Fe, അവൻ്റെ കൂടെ വേറെ ഏതെങ്കിലും മാറ്റങ്ങളുണ്ടോ? ഇല്ല, അവൻ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. അപ്പോൾ ഒരുത്തൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അവൻ്റെ ചാർജ് എത്രയായിരിക്കും? 0 ആയിരിക്കും. Fe ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അവൻ്റെ ചാർജ് എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ആ Fe 0 ആണ്. ഇവിടെ H2 നിങ്ങൾ നോക്കിയേ, H2 ഹൈഡ്രജൻ അല്ലാതെ അതിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? അവനും ഒറ്റയ്ക്ക് നിൽക്കുമല്ലേ, അപ്പോൾ അവൻ്റെ ചാർജ് എത്രയായിരിക്കും? 0 ആയിരിക്കും. മറന്നു പോവല്ലേ. സോ Fe 0, H2 0. ഇനി HClലേക്ക് നിങ്ങൾ വന്ന് HCl ഹൈഡ്രജൻ്റെ എത്രയാണെന്ന് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. +1. ഹൈഡ്രജൻ്റെ എത്രയാ? +1. അടുത്ത ക്ലോറിൻ ആണല്ലോ പ്രിയപ്പെട്ടവരെ. 0 ആകണമെന്നുണ്ടെങ്കിൽ ഒരു കോമ്പൗണ്ടിൽ ടോട്ടൽ ചാർജിൻ്റെ സമ്മ് 0 അതിൽ ഹൈഡ്രജൻ +1, അപ്പോൾ 0 ആകണമെന്നുണ്ടെങ്കിൽ ക്ലോറിൻ എത്ര ആയിരിക്കണം? -1. ക്ലിയർ? അടുത്ത FeCl2ലേക്ക് വാ. FeCl2 ഒരു ക്ലോറിൻ്റെ -1 അങ്ങനെ 2 ക്ലോറിൻ ഉണ്ട്, അപ്പം -1 × 2 -2 എങ്കിൽ 0 ആകണമെങ്കിൽ Fe എത്ര ആയിരിക്കണം? +2. Fe എത്ര ആയിരിക്കണം? +2. എല്ലാവരുടെയും കണ്ടുപിടിച്ചു. ചോദ്യം നമ്പർ 1 റിയാക്ഷൻ ആണ് ഇത്. റിയാക്ഷന് മുമ്പ് Feയുടെ ഓക്സിഡേഷൻ നമ്പർ എത്ര ആയിരുന്നു? 0. റിയാക്ഷന് മുമ്പ് Feയുടെ ഓക്സിഡേഷൻ നമ്പർ 0. റിയാക്ഷന് ശേഷം അത് എത്ര ആയിട്ട് കൂടി? +2 ആയി. റിയാക്ഷന് മുമ്പ് 0, റിയാക്ഷന് ശേഷം +2.
+2 കൂടിയോ കുറഞ്ഞോ? കൂടി. സോ നമുക്ക് ഈ പ്രോസസ്സിനെ എന്ത് വിളിക്കാം? ഓക്സിഡേഷൻ. എന്ത് വിളിക്കാം? ഓക്സിഡേഷൻ. ഇനി അടുത്തത് റിയാക്ഷന് മുമ്പ് +1, റിയാക്ഷന് ശേഷം ഹൈഡ്രജൻ എത്രയായി? 0 ആയി. റിയാക്ഷന് മുമ്പ് +1, റിയാക്ഷന് ശേഷം അത് 0 ആയി. സോ +1 ന് 0 ആയി. നമുക്ക് പറയാം ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു. ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞാൽ അത് റിഡക്ഷൻ. ക്ലോറിന് മാറ്റം ഒന്നും ഇല്ലാത്തതുകൊണ്ട് പരിഗണിക്കണം. നിങ്ങൾ പറ, ഇവിടെ ഓക്സിഡേഷനും നടന്നോ റിഡക്ഷനും നടന്നോ? ഓക്സിഡേഷൻ നമ്പർ കൂടിയതുകൊണ്ട് ഓക്സിഡേഷൻ നടന്നോ? ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞതുകൊണ്ട് റിഡക്ഷൻ നടന്നു. അപ്പൊ ഈ റിയാക്ഷനിൽ ഓക്സിഡേഷനും റിഡക്ഷനും നടന്നതുകൊണ്ട് നമ്മൾ ഈ റിയാക്ഷനെ വിളിക്കുന്നു റിഡോക്സ് റിയാക്ഷൻ. എന്ത് വിളിക്കുന്നു? റിഡോക്സ് റിയാക്ഷൻ. അപ്പൊ ഇത് എന്ത് റിയാക്ഷൻ ആണ്? ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണ്. മറക്കുവോ? ഇത് റിഡോക്സ് റിയാക്ഷൻ ആണെന്ന് ഓർമ്മയുണ്ടായിരിക്കണേ പ്രിയപ്പെട്ടവരെ. അപ്പൊ ആ കാര്യത്തിൽ ആർക്കും സംശയമില്ല എന്ന് വിശ്വസിക്കുന്നു. റിഡോക്സ് റിയാക്ഷൻ ആണെന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെ മനസ്സിലായല്ലോ? അപ്പൊ ഇത് റിഡോക്സ് റിയാക്ഷൻ ആണ്. ഓക്കെ, റിഡോക്സ് റിയാക്ഷൻ അല്ലാത്തത് ഏതെന്നാണ് കണ്ടുപിടിക്കുന്നത്. അടുത്ത H2+I2 gives 2HI. H2+I2 gives 2HI. സോ ഞാൻ എഴുതുന്നു H2+I2 gives 2HI. 2 എഴുതണോ നിർബന്ധം ഇല്ല കേട്ടോ. ഇത് റിഡോക്സ് റിയാക്ഷൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് H2+I2 gives HI. നമുക്ക് നോക്കാം. H2 അവൻ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ഹൈഡ്രജന്റെ കൂടെ വേറെ ആരുമില്ല. സോ അവൻ ഒറ്റയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് 0. അടുത്ത I2 അയഡിൻ, അവൻ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. അവൻ്റെ കൂടെ വേറെ ആരുമില്ല. സോ അവൻ്റെ ചാർജും 0. ഒറ്റയ്ക്ക് നിന്നാൽ ചാർജ് 0 ആണ്. അടുത്ത HI ഹൈഡ്രജൻ അയഡൈഡ്. ഹൈഡ്രജന്റെ എത്ര നമുക്കറിയാം? +1 ആണ്. ഹൈഡ്രജൻ്റെത് +1 ആണ്. അപ്പൊ 0 ആകണമെന്നുണ്ടെങ്കിൽ, ടോട്ടൽ അവരുടെ ചാർജ് 0 ആകണമെന്നുണ്ടെങ്കിൽ അയഡിന് എത്ര ആയിരിക്കണം? -1. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റിയാക്ഷന് മുമ്പ് ഹൈഡ്രജന്റെ 0 ആയിരുന്നു. റിയാക്ഷന് ശേഷം അത് +1 ആയി. സോ ഹൈഡ്രജന് 0യിൽ നിന്ന് +1 ആയി, കൂടി. അപ്പൊ ഹൈഡ്രജന് സംഭവിച്ചത് ഓക്സിഡേഷൻ ആണ്. ഹൈഡ്രജന് സംഭവിച്ചത് ഓക്സിഡേഷൻ ആണ്. ഇനി അടുത്ത അയഡിൻ. അയഡിന്റെ റിയാക്ഷന് മുമ്പ് 0 ആയിരുന്നു. റിയാക്ഷന് ശേഷം അത് -1 ആയി. 0യിൽ നിന്ന് -1 ആയി. കൂടിയോ കുറഞ്ഞോ? കുറഞ്ഞു. ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞാൽ അത് റിഡക്ഷൻ ആണ്. സോ ഇവിടെ ഓക്സിഡേഷനും നടന്നിട്ടുണ്ട്, ഇവിടെ റിഡക്ഷനും നടന്നിട്ടുണ്ട്. ഓക്സിഡേഷനും നടന്നു, റിഡക്ഷനും നടന്നു. അതുകൊണ്ട് ഇവിടെ ഓക്സിഡേഷനും റിഡക്ഷനും നടന്നുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഇത് എന്ത് തരം റിയാക്ഷൻ ആണ്? ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണ് അല്ലേ? ഇതും റിഡോക്സ് റിയാക്ഷൻ ആണ്. ക്ലിയർ ആണല്ലോ? അടുത്ത Zn+CuSO4 gives ZnSO4+Cu. ചെയ്ത് കാണിക്കാമല്ലോ. ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് വേണ്ട. എന്നെ കേട്ടിരിക്കുക. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ ക്ലിയർ ചെയ്തുതരാം. എഴുതുവാണ് Zn+CuSO4 gives ZnSO4+Cu. ZnSO4+Cu. നോക്കിക്കോണേ പ്രിയപ്പെട്ടവരെ, ഹൃദയം കൊണ്ട് കേട്ടോണേ. Zn ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, അപ്പൊ ചാർജ് 0. Cu ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, ചാർജ് 0. ക്ലിയർ? അടുത്ത ഓക്സിജൻ നമുക്കറിയാം -2 ആണ്. കോപ്പർ +2 ആണ്. സൾഫർ +6 വരും. സിങ്ക് +2 ആണ്. ഓക്സിജൻ -2 ആണ്. സൾഫർ +6 വരും. ഞാൻ കണ്ടുപിടിച്ച് വെച്ചേ ഉള്ളൂ. യെസ്, ഓക്കെ. Zn 0യിൽ നിന്ന് +2 ആയി, കൂടി. ഓക്സിഡേഷൻ നമ്പർ കൂടി, അപ്പോൾ അത് ഓക്സിഡേഷൻ ആണ്. അതേപോലെ കോപ്പർ +2യിൽ നിന്ന് 0യിലായി. കോപ്പർ +2യിൽ നിന്ന് 0യിലേക്ക് വന്നു. സോ +2യിൽ നിന്ന് 0യിലേക്ക് വന്നാൽ കുറഞ്ഞതാ, റിഡക്ഷൻ സംഭവിച്ചു. ബാക്കി എല്ലാവർക്കും ഈക്വലാ. ക്ലിയർ അല്ലേ? സോ ഇവിടെ ഓക്സിഡേഷനും സംഭവിച്ചു, റിഡക്ഷനും സംഭവിച്ചു. അതുകൊണ്ട് ഇത് എന്ത് റിയാക്ഷൻ ആണ്? ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണ്. അപ്പൊ ആ തന്നിരിക്കുന്നതും റിഡോക്സ് റിയാക്ഷൻ ആണ് നമ്മൾ പഠിച്ചു മാറ്റി. അപ്പൊ മൂന്നാമത്തെ ഓപ്ഷനും എന്താണ്? റിഡോക്സ് റിയാക്ഷൻ ആണ്. ലാസ്റ്റ് റിയാക്ഷൻ CaCO3 എന്നാണ് കേട്ടോ. CCO3 എന്നല്ല, CaCO3 gives CaO കാൽസ്യം ഓക്സൈഡ് +CO2. പ്രിയപ്പെട്ടവരെ, കാൽസ്യത്തിൻ്റെത് +2 ആണ്, സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ് ആണ്.
കാൽസ്യം സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻ്റ് ആയതുകൊണ്ട് ഇപ്പുറത്ത് എഴുതാം അല്ലേ, ഇപ്പുറത്ത് എഴുതാം. CaCO3 gives CaO plus CO2. സോ നോക്കാം, കാൽസ്യം ഒരു സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻ്റ് ആണ്. അപ്പോൾ +2 ക്ലിയർ അല്ലേ, +2. ഓക്സിജൻ്റെ -2. അപ്പോൾ കാർബൺ എത്ര ആയിരിക്കും? +4. ക്ലിയർ. ഇനി അതുപോലെ കാൽസ്യം +2 ആണ്. 0 ആകണമെങ്കിൽ ഓക്സിജൻ -2 ആയിരിക്കണം. ക്ലിയർ, ഓക്സിജൻ -2 ആയിരിക്കണം. അതേപോലെ ഓക്സിജൻ -2 × 2 -4. അപ്പോൾ 0 ആകണമെങ്കിൽ കാർബൺ +4 ആണ്. എല്ലാവരുടെയും നമ്മൾ കണ്ടുപിടിച്ചു. നോക്കാം, ആദ്യം കാൽസ്യം ഇവിടെ +2, ഇവിടെയും +2, കൂടിയതുമില്ല കുറഞ്ഞതുമില്ല, അതുകൊണ്ട് ഓക്സീകരണവുമില്ല നിരോക്സീകരണവുമില്ല. കാർബൺ ഇവിടെ +4, ഇവിടെയും കാർബൺ +4, കൂടിയതുമില്ല കുറഞ്ഞതുമില്ല, അതുകൊണ്ട് ഓക്സീകരണവുമില്ല നിരോക്സീകരണവുമില്ല. ഇവിടെ ഓക്സിജൻ്റെ -2, ഇവിടെയും ഓക്സിജൻ്റെ -2. അപ്പോൾ കൂടിയതുമില്ല കുറഞ്ഞതുമില്ല. സോ ഇവിടെ ആർക്കും ഓക്സിഡേഷൻ നമ്പർ കൂടിയതുമില്ല, ആർക്കും ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞതുമില്ല. അതുകൊണ്ട് ഓക്സീകരണവും നടന്നില്ല നിരോക്സീകരണവും നടന്നില്ല. അതുകൊണ്ട് ലാസ്റ്റ് തന്നിരിക്കുന്ന ഓപ്ഷൻ CaCO3. ഇതെന്തല്ല, ഇതൊരു റിഡോക്സ് റിയാക്ഷൻ അല്ല. ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ എങ്ങനെയാണ് റിഡോക്സ് റിയാക്ഷൻ കണ്ടുപിടിക്കുന്നത്. ഒരു കാരണവശാലും ഇത് കൊണ്ടുപോയി കളയല്ലേ പ്രിയപ്പെട്ടവരെ. ഇത് അടിപൊളി ക്വസ്റ്റ്യൻ ആണ്, ഇത് വിട്ട് കളയരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദി മോളിക്കുലാർ ഷേപ്പ് ഓഫ് NH3. ഓർത്തിരിക്കണം, NH3യുടെ മോളിക്കുലാർ ഷേപ്പ് ട്രയഗണൽ പിരമിഡൽ. ഇനി കുറച്ച് പേരുടെ ഞാനൊന്ന് പറയാം. CH4ൻ്റെ ഷേപ്പ് ടെട്രാഹിഡ്രൽ, BF3യുടെ ഷേപ്പ് BF3, BCl3, ഇവരുടെയൊക്കെ ഷേപ്പ് ട്രയഗണൽ പ്ലെനാർ. ബെൻഡ് ഷേപ്പ് വരുന്നത് H2O, കേട്ടോ, ബെൻഡ് ഷേപ്പ് വരുന്നത് H2O. സോ നമ്മൾ ഈ മോളിക്കുലാർ ഷേപ്പ് കണ്ടുപിടിക്കുന്നത് കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ടോപ്പിക്കിലാണ്. ഞാൻ ആ ക്ലാസ്സിൽ ഇത് എടുത്തു തന്നിട്ടുണ്ട്, നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളതൊന്ന് നോക്കണം കേട്ടോ. ഓക്കെ, കെമിക്കൽ ബോണ്ടിങ് മോളിക്കൂൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഓരോ മോളിക്കൂളിൻ്റെ ഷേപ്പ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. സോ നിങ്ങളത് നോക്കുക. അതിൻ്റെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. വിച്ച് മെറ്റൽ ഈസ് യൂസ്ഡ് ആസ് സാക്രിഫിഷ്യൽ ആനോഡ് ടു പ്രൊട്ടക്ട് അയൺ ഫ്രം റസ്റ്റിംഗ്? ഇരുമ്പിനെ തുരുമ്പിൽ നിന്ന് രക്ഷിക്കാൻ നമ്മൾ ഇതിൽ ഏത് മെറ്റലാണ് ഉപയോഗിക്കുന്നത്? സിങ്ക് ആണ്, കേട്ടല്ലോ. സോ തുരുമ്പ് പിടിക്കാതിരിക്കാൻ നമ്മൾ അതിനു മുകളിൽ സിങ്ക് കോട്ട് ചെയ്യും. ആ പ്രോസസ്സ് അറിയപ്പെടുന്ന പേരാണ് ഗാൽവനൈസേഷൻ. എന്താ അറിയപ്പെടുന്ന പേര് പ്രിയപ്പെട്ടവരെ? ഗാൽവനൈസേഷൻ. മറക്കല്ലേ, ഗാൽവനൈസേഷൻ. ഓക്കെ, വിച്ച് പ്രോസസ് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് സൾഫൈഡ് ഓർസ് ഇൻറ്റു ഓക്സൈഡ്? നിങ്ങൾ അറിയണം, കോൺസെൻട്രേഷൻ കഴിഞ്ഞ ഓറിനെ ഓക്സൈഡ് ആക്കാൻ നമ്മൾ മെറ്റലർജിയിൽ പഠിക്കുന്ന അല്ലേ, കോൺസെൻട്രേറ്റ് ചെയ്ത ഓറിനെ ഓക്സൈഡ് ആക്കാൻ 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് കാൽസിനേഷനും ഉണ്ട്, മറ്റൊന്ന് റോസ്റ്റിങ്ങും ഉണ്ട്. കാൽസിനേഷനും ഉണ്ട്, റോസ്റ്റിങ്ങും ഉണ്ട്. എന്താണ് കാൽസിനേഷൻ എന്ന് ചോദിച്ചാൽ, കോൺസെൻട്രേറ്റ് ചെയ്ത ഓറിനെ എയറിൻ്റെ ആബ്സെൻസിൽ ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് കാൽസിനേഷൻ. കോൺസെൻട്രേറ്റ് ചെയ്ത ഓറിനെ എയറിൻ്റെ ആബ്സെൻസിൽ ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് കാൽസിനേഷൻ. ഇനി കോൺസെൻട്രേറ്റ് ചെയ്ത ഓറിനെ എയറിൻ്റെ പ്രസൻസിലാണ് ഹീറ്റ് ചെയ്യുന്നതെങ്കിൽ അത് റോസ്റ്റിങ്ങുമാണ്. സോ എയറിൻ്റെ ആബ്സെൻസിൽ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ കാൽസിനേഷൻ, എയറിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ റോസ്റ്റിങ്. കാൽസിനേഷന് വിധേയമാക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ട കാര്യമുണ്ട്, കാൽസിനേഷന് വിധേയമാക്കുമ്പോൾ കാർബണേറ്റുകളും ഹൈഡ്രോക്സൈഡുകളുമാണ് ഓക്സൈഡ് ആയിട്ട് മാറുന്നത്. കാൽസിനേഷന് വിധേയമാക്കുമ്പോൾ കാർബണേറ്റുകളും ഹൈഡ്രോക്സൈഡുകളുമാണ് ഓക്സൈഡ് ആയിട്ട് മാറുന്നത്. എന്നാൽ റോസ്റ്റിങ്ങിന് വിധേയമാക്കുമ്പോൾ, ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ, റോസ്റ്റിങ്ങിന് വിധേയമാക്കുമ്പോൾ സൾഫൈഡുകളാണ് എന്തായിട്ട് മാറുന്നത്? ഓക്സൈഡ് ആയിട്ട് മാറുന്നത്, കേട്ടല്ലോ. അപ്പൊ കാൽസിനേഷന് വിധേയമാക്കുമ്പോൾ കാർബണേറ്റുകളും ഹൈഡ്രോക്സൈഡുകളുമാണ് ഓക്സൈഡ് ആയിട്ട് മാറുന്നതെങ്കിൽ റോസ്റ്റിങ്ങിന് വിധേയമാക്കുമ്പോൾ സൾഫൈഡുകളാണ് ഓക്സൈഡ് ആയിട്ട് മാറുന്നത്. അപ്പൊ ചോദ്യം എന്താ? സൾഫൈഡ് ഓറുകളെ ഓക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഇതിൽ ഏത് പ്രോസസ്സാണ് ഉപയോഗിക്കുന്നതെന്ന? അത് റോസ്റ്റിംഗ് ആണ്. ഏത് പ്രോസസ്സാണ് ഉപയോഗിക്കുന്നത്? റോസ്റ്റിംഗ് ആണ്. അവിടെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, എന്താന്ന് പറയട്ടെ. സിങ്ക് ബ്ലെൻഡ്, സിങ്കിന്റെ ഒരു പ്രധാനപ്പെട്ട അയിരാണ് ഏത്? സിങ്ക് ബ്ലെൻഡ്. ഇവന്റെ കെമിക്കൽ ഫോർമുലയാണ് ZnCO3 എന്ന് പറയുന്നത്. സോറി,
ZnS എന്ന് പറയുന്നത്. സിങ്ക് ബ്ലെൻഡിന്റെ പ്രധാനപ്പെട്ട കെമിക്കൽ ഫോർമുലയാണ് Zn. ഇതിൽ സൾഫർ ഉണ്ട്. ഇതിൽ സൾഫർ ഉള്ളത് കൊണ്ട് അവൻ സൾഫൈഡ് ഓറാണ്. സോ സൾഫൈഡ് ഓറുകളെ ഓക്സൈഡ് ആക്കാൻ ഏത് പ്രോസസ്സാണ് ഉപയോഗിക്കുന്നത്? റോസ്റ്റിംഗ്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാം, സിങ്ക് ബ്ലെൻഡിനെ ഓക്സൈഡ് ആക്കാൻ ഉപയോഗിക്കുന്ന പ്രോസസ്സ് ഏതാണ്? പറയണം, അത് റോസ്റ്റിംഗ് എന്ന്. കാരണം സിങ്ക് ബ്ലെൻഡ് ഒരു സൾഫൈഡ് ഓറിനെ ഓക്സൈഡ് ആക്കാൻ ഉപയോഗിക്കുന്നത് ഏതാ? റോസ്റ്റിംഗ്. ഇനി അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാം, സിങ്കിന്റെ ഒരു പ്രധാനപ്പെട്ട ഓറാണ് കലാമിനെ ഓക്സൈഡ് ആക്കാൻ ഏത് പ്രോസസ്സാണ് ഉപയോഗിക്കുന്നത്? സോ കലാമിന്റെ കെമിക്കൽ ഫോർമുല എങ്ങനെയാ? ZnCO3. കലാമിന്റെ കെമിക്കൽ ഫോർമുല ZnCO3. അപ്പൊ ഇതൊരു കാർബണേറ്റ് ഓറാണ് അല്ലെ? കലാമിനിൽ കാർബണേറ്റ് ഉണ്ട്. സോ കാർബണേറ്റുകളെ ഓക്സൈഡ് ആക്കാൻ നമ്മൾ ഏത് പ്രോസസ്സാണ് ഉപയോഗിക്കുന്നത്? കാൽസിനേഷൻ ആണ്. അപ്പൊ സിങ്കിന്റെ പ്രധാനപ്പെട്ട ഒരു അയിരാണ് കലാമിൻ. ഈ കലാമിന്റെ കെമിക്കൽ ഫോർമുലയാണ് ZnCO3. അതൊരു കാർബണേറ്റാ. അപ്പൊ കാർബണേറ്റുകളെ ഓക്സൈഡ് ആക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് കാൽസിനേഷൻ ആണ്. അപ്പൊ കാർബണേറ്റ് ആയ കലാമിനെ ഓക്സൈഡ് ആക്കാൻ ഏത് പ്രക്രിയയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ കാൽസിനേഷൻ കൊടുക്കാമല്ലോ. അപ്പൊ ആ ഭാഗം ഒന്ന് അറിയണം. മെറ്റലർജി ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ് തന്നതാണ്. ഒരു ബുദ്ധിമുട്ടും ഇല്ല, നിങ്ങളെ പഠിപ്പിച്ചെടുത്തതാണ്. എൻട്രിയുടെ റെക്കോർഡ് ക്ലാസ് കണ്ടവരാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ സെറ്റാക്കി പഠിപ്പിക്കാൻ പറ്റും. കാരണം ഒരു ബുദ്ധിമുട്ടും ഇല്ല. സോ സെക്ഷൻ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം ഉറപ്പായിട്ടും വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസുമായി ഞാൻ വീണ്ടും വരാം. ക്ലാസ് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വാസത്തോടു കൂടി. താങ്ക്